ഹലോ, എന്നാ ഉണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം. നല്ല പുളി, എന്നാ പറയുക, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണേ. ഇങ്ങനെ മാങ്ങ കറിക്കകത്തിട്ട് കഴിക്കാൻ, അതും പ്രത്യേകിച്ച് മീൻ കറിയിലൊക്കെ ഇട്ട് കഴിക്കാൻ. എൻ്റെ വായിലൊന്ന് വെള്ളം വറ്റട്ടെ. നിങ്ങൾക്കിഷ്ടമാണോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതാ ഞാനിന്ന് വെച്ചത് നല്ല മാങ്ങയും ഉരുളക്കിഴങ്ങും എന്താ പറയുക മുരിങ്ങക്കോലും ഇട്ട നല്ല ചെമ്മീൻ കറി, അതും പച്ച തേങ്ങ അരച്ച് വെച്ചതാണ്. അതിനൂടെ മുട്ട എനിക്കിങ്ങനെ തോരൻ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. എനിക്ക് ഈ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എനിക്കത് മാത്രം മതി. വേറെ കറികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് മാങ്ങയും മുരിങ്ങക്കോലും ഇട്ടാണെങ്കിൽ എനിക്കത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പോയി ചെടികളൊക്കെ ഒന്ന് നോക്കി സമാധാനമായിട്ട് അകത്ത് വന്നു. ഇന്നലെ രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് ചെമ്മീനെല്ലാം ഞാൻ കിള്ളി വെച്ചിട്ടാണ് കിടന്നത്. ഒരു ഇടത്തരം ചെമ്മീൻ. പിന്നെ എൻ്റെ ചെറിയ ഉള്ളി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, സവോള ഇടുന്നില്ല. സവോള ഇടാതെ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കറി വെച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും. മാങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അച്ഛൻ രാവിലെ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്, അല്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയി. അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. നല്ല ചെറിയ ഉള്ളി നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ പെട്ടെന്ന് വേവും. ഇങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ മുരിങ്ങക്കോലിൻ്റെ ആ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങി ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിക്കണം, അല്ലാതെ എണ്ണയിൽ തന്നെ വേവിക്കരുത്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ച് വെച്ചു. അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ചെമ്മീൻ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ടോട്ടോ, ഓൾറെഡി ഉപ്പുണ്ട്, വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ടോ. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കളറെല്ലാം മാറും. മാങ്ങ ഞാൻ മുറിക്കാൻ എടുത്ത് വെച്ചത് പഴുത്തു പോയി, അതങ്ങ് മാറ്റിയിട്ട് ഇനി വേറെ മാങ്ങ എടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടുതൽ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. പിന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർക്കാത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നത്? ഇതിൻ്റെ അകത്ത് വേറെ വല്ലതും പൊടികൾ ചേർക്കാറുണ്ടോ? അതും കൂടെ കമൻറ്റ് ചെയ്യണേ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേ മിക്സിക്കപ്പം അതിൻ്റെ അകത്തോട്ട് വീണ് ഒരക്കിടി പറ്റിയതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ചാറ് വേണം, അപ്പോൾ അതിന് വെച്ചു. പിന്നെ ഒരു മാങ്ങ അധികം പഴുക്കാത്തത് എടുത്തിട്ട് വീണ്ടും ഞാൻ കുരുവോടുകൂടി ഇട്ടു. കുരു കഴിക്കാനാണല്ലോ അതിൻ്റെ അകത്ത് ടേസ്റ്റ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഒരു 2 മിനിറ്റ് ഉപ്പൊക്കെ നോക്കി ഒന്ന് അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ചാറ് റെഡിയാവും കേട്ടോ. ഇത് മാത്രം മതി കഴിക്കാൻ. പിന്നെ ഞാൻ മുട്ടത്തോരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ നല്ല തിള വന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചാറ് വേണമെങ്കിൽ ചാറ് വെച്ചിട്ട് സൂപ്പറായിരിക്കും. മുരിങ്ങക്കോൽ ഇട്ടുകൊണ്ട് ചാറ് കൂട്ടാൻ നല്ല ടേസ്റ്റ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒറ്റ കറി മാത്രം മതി.